നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമയെക്കുറിച്ചാണ്. നമുക്കറിയാം, വലിയ വിജയമായ കാന്താരയ്ക്ക് ശേഷം ഋഷഭ് ഷെട്ടി ദേശീയ അവാർഡൊക്കെ കിട്ടിയ വളരെ മഹാനായ ഒരു സംവിധായകൻ, നടൻ. അദ്ദേഹം ചെയ്ത അടുത്ത സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇരുട്ടും തീയും എല്ലാം കൂടെയുള്ളൊരു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ദൃശ്യവിസ്മയമാണ് ഈ സിനിമ. കുറച്ച് നെഗറ്റീവ്സ് ഈ സിനിമയെ ബന്ധപ്പെട്ടിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാം. അതായത് ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കാന്താര എന്ന ദേശത്തെക്കുറിച്ചും അവിടുത്തെ വളരെ നിഷ്കളങ്കരായ മനുഷ്യരെക്കുറിച്ചും അവർ ഇഷ്ടപ്പെടുന്ന, അവരെ എല്ലായ്പ്പോഴും ഏത് ആപത്തിലും അവരെ രക്ഷിക്കുന്ന അവിടുത്തെ ദൈവങ്ങളെക്കുറിച്ചും, അതേപോലെ ആ ദേശം ഇഷ്ടപ്പെട്ട് ആ മോഹിച്ചു വരുന്ന അവരുടെ അയൽ രാജ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു സിനിമയും അവർക്കിടയിലുള്ള സംഘർഷവും എല്ലാമാണ് ഈ സിനിമ ശരിക്കും പറയുന്നത്. ഇതിലെ നായിക എന്ന് പറയുന്ന രുക്മിണി എന്ന് പറഞ്ഞ കുട്ടി വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. അവരുടെ അഭിനയമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ മലയാളത്തിലെ ജയറാം എന്ന് പറയുന്ന മഹാനായ ഒരു നടൻ. അദ്ദേഹത്തിന് വളരെ നല്ല റോളാണ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചു, നമ്മളുടെ മലയാളത്തിൽ നിന്ന് പോകുന്ന പല നടന്മാരും മറ്റുള്ള ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ ഒന്നുകിൽ വില്ലനായിട്ടോ അല്ലെങ്കിൽ തീരെ ഒരു കൂടുതലായിട്ട് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും വലിയ നടന്മാർ, അവർക്ക് ഇത്രയും അഭിനയശേഷിയൊക്കെ ഉള്ള നടന്മാർക്ക് അവർക്ക് അധികം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ വളരെ കുറച്ചേ കിട്ടാറുള്ളൂ. പക്ഷേ ഇതിലെ ഈ കഥാപാത്രം, ജയറാംജിയുടെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. വളരെ നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഋഷഭ് ഷെട്ടിജി കഴിഞ്ഞ കാന്താര പോലെ തന്നെ ഈ സിനിമയിൽ നിറഞ്ഞാടുകയാണ്. ഈ ഗുളികൻ ദൈവത്തിൻ്റെ വിവിധ രൂപങ്ങൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. രുദ്രഗുളികൻ, ചന്ദ്രഗുളികൻ, കത്തലെ ഗുളികൻ, നെത്തലെ ഗുളികൻ, അഗ്നി ഗുളികൻ, രാജഗുളികൻ, രാഹു ഗുളികൻ, ചാമുണ്ടി, പഞ്ചരുളി, ഈ വിവിധങ്ങളായ എല്ലാ രൂപങ്ങളെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും കുറേ പേരുടെ മരണം, അതേപോലെ ഒരുപാട് പരുക്കൊക്കെ പറ്റുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. ഒക്കെ ബൈ ചാൻസ് സംഭവിച്ചായിരിക്കാം. പക്ഷേ എന്നാൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിനെയൊക്കെ അതിജീവിച്ച് ഹോംബാല ഫിലിംസിന് വേണ്ടി കർണാടകയിലെ വിജയ് എന്ന് പറഞ്ഞ അദ്ദേഹമാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഋഷഭ് ഷെട്ടിജി അദ്ദേഹത്തിന് 3 വർഷം എടുത്താണ് വളരെ ഭംഗിയായി സ്നേഹം, ചതി, പക, യുദ്ധം എല്ലാം ഉൾപ്പെടുന്ന ഒരു മനോഹരമായ ഒരു സിനിമ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഈ സിനിമയുടെ ഒരു മൈനസ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, എനിക്ക് ആദ്യത്തെ കാന്താരയുടെ അത്രയും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒന്ന്, പക്ഷേ ദൃശ്യപരമായി ചിന്തിച്ചാൽ ആദ്യത്തെ കാന്താരയേക്കാൾ ദൃശ്യസമ്പന്നമാണ് ഈ സിനിമ, അത് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ ഒരു ടോട്ടൽ ഫിലിം എന്ന രീതിയിൽ കാന്താരയുടെ ആ ലെവൽ ഈ സിനിമയ്ക്ക് തോന്നിയില്ല. എന്നാൽ സിനിമ വളരെ നല്ല സിനിമയാണ് കേട്ടോ, പക്ഷേ ആ ലെവൽ എനിക്ക് തോന്നിയില്ല. അതിപ്പോൾ എനിക്ക് ബാഹുബലി 2 ഒക്കെ ചെയ്തപ്പോഴും എനിക്ക് തന്നെയായിരുന്നു ആദ്യത്തെ ബാഹുബലി എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ബാഹുബലി 2 ആയിരിക്കും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അതേപോലെ ഈ സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോഴും ആദ്യഘട്ടങ്ങളിലൊക്കെ എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ സിനിമയേക്കാൾ ഭംഗിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് എന്തുകൊണ്ടോ വിഷ്വലി അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ടോട്ടൽ സിനിമ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ സിനിമയുടെ അത്രയും അങ്ങോട്ട് തോന്നിയില്ല. കാരണം ഒരല്പം ചില ഭാഗങ്ങളിലെ ലാഗ് എനിക്ക് തോന്നിയ കാര്യം, എല്ലാ ഭാഗത്തും ഇല്ല, ചെറുത്. പിന്നെ ഗ്രാഫിക്സ് ഭൂരിഭാഗം നന്നായിട്ടുണ്ട്, 95% നന്നായിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്കത് ഗ്രാഫിക്സ് ഫീൽ ചെയ്യുന്നുണ്ട് ചില ഭാഗങ്ങൾ. അതാണ് എനിക്കിതിൽ തോന്നിയ ഒരു മൈനസ്. പിന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ എന്നുള്ളത് കുറച്ചുകൂടി നമുക്ക് ആദ്യത്തെ കാന്താരയിൽ തോന്നിയ അത്രയും ഇതിൽ തോന്നിയില്ല എന്നുള്ളത് അതായത് ഞാൻ പറയുന്നത്, കഥാപരമായി ചിന്തിച്ചാൽ അതൊരു നല്ലൊരു സ്റ്റോറിയാണ്. നമുക്ക് അതിൻ്റെ ക്ലൈമാക്സും ഒക്കെ എല്ലാം തന്നെ നമുക്ക് ഒരു കഥാപരമായി നമ്മളതിൽ പിടിച്ചിരുത്തുമ്പോൾ ഈ സിനിമ കുറച്ചുകൂടി നിങ്ങളെ വിഷ്വലിയാണ് പിടിച്ചിരുന്നത്. മറ്റേതൊരു കുറച്ചുകൂടെ ക്ലാസ് ആൻഡ് മാസ്സാണ്. ഇത് കുറച്ചുകൂടെ മാസ് എലിമെൻറ്റ്സ് കൂടിയ സിനിമയാണ്. അത് ആ രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇപ്പം നിലവിൽ തന്നെ വളരെ നല്ല രീതിയിലാണ് തിയേറ്റർ റെസ്പോൺസ് ഒക്കെ പോകുന്ന. 1000 കോടിയിലൊക്കെ എത്തുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇത്ര കോടിയിൽ എത്തിയാലും ഇല്ലെങ്കിലും ഒരു സിനിമ എന്നുള്ള രീതി തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല സിനിമയാണ്. ഒരു തവണ നല്ല കേട്ടോ, കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിലെ നായിക രുക്മിണി എന്ന് പറഞ്ഞ കുട്ടിയുടെയൊക്കെ പ്രസൻസ് വളരെ നന്നായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ആ ഒരു പ്രസൻസും അവരുടെ ഒരു സ്ക്രീൻ പ്രസൻസ് കാണാൻ തന്നെ നിങ്ങൾ ആ സിനിമ വേണമെങ്കിൽ രണ്ടാമതും കൂടെ കണ്ടാൽ അത് നിങ്ങൾക്കൊരു നഷ്ടം വരില്ല. അത്രയും ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, പെർഫോമൻസ് സൈഡ് ആയാലും എല്ലാം. അപ്പോൾ എല്ലാവിധ ആശംസയും നേരുന്നു.
നന്ദി, നമസ്കാരം.